കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം തേടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കോടതി. കപ്പൽ ഉടമകൾക്കെതിരെയാണ് മത്സ്യത്തൊഴിലാളികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരം സംബന്ധിച്ച സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്താത്തതും മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കേരള തീരത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ. അത് വരുത്തിവെച്ച നഷ്ടങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. MSC എൽസ 3 കപ്പൽ മുങ്ങുകയും വാൻഹായ് 503 കപ്പൽ തീപിടിച്ച് കടലിൽ അമരുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ സർക്കാർ തലത്തിൽ ഇപ്പോഴും ഗൗരവമായി എടുത്തിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങിയപ്പോഴാണ് കപ്പൽ അപകടങ്ങൾ വരുത്തിവെച്ച ദുരിതങ്ങൾ തീരത്തറിഞ്ഞു തുടങ്ങിയത്. വള്ളക്കാർക്കും ഇൻബോർഡ് ബോട്ടുകൾക്കും ചാകരക്കോള് ലഭിക്കേണ്ട സമയം. പൊട്ടിപ്പോയ വലകളുമായി വെറും കൈയോടെ കണ്ണീരോടെ അവർ തീരത്തണഞ്ഞു. ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ പല ഭാഗത്തും ഒഴുകി ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗം തട്ടിയാണ് നമ്മുടെ ഈ വലയ്ക്ക് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഫിഷറി വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനും നിക്ഷിപ്തമായിരിക്കുക. തകർന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിലുണ്ട്. അവ നീക്കം ചെയ്തിട്ടില്ല. കപ്പലിൽ നിന്നും ഒഴുകി വന്ന സാധന സാമഗ്രികളിലും അവശിഷ്ടങ്ങളിലും കുരുങ്ങി വലകൾ കീറി നശിക്കുന്നു. കപ്പൽ അപകടങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് കോസ്റ്റൽ പോലീസിന് പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. തകർന്ന കപ്പലുകളിലുണ്ടായിരുന്ന അസംസ്കൃത രാസവസ്തുക്കൾ, എണ്ണ, മറ്റ് ദ്രാവകങ്ങൾ എന്നിവ കേരളത്തിന്റെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് കുറയാനും കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലാണ് കപ്പൽ ഉടമകളിൽ നിന്നും നഷ്ടപരിഹാരം തേടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുമൂലം പട്ടിണിയിലായ ഇവരുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുമെന്നോ എന്ന് പരിഹരിക്കുമെന്നോ ഇവർക്കറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കപ്പൽ അപകടമുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 1000 രൂപ. പക്ഷേ 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ വില വരുന്ന വലകൾ കീറി നശിക്കുമ്പോൾ സർക്കാർ നൽകുമെന്ന് പറഞ്ഞ 1000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാകും ഇവർക്ക്? മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണങ്ങളിലേക്ക്. നേരത്തെ ചെറിയ ചെറിയ ഉടക്കുകൾ കടൽത്തട്ടിലുണ്ട്. അതിൻ്റെ നമ്പർ പ്രകാരം നമ്മൾ പോകുന്നത്. ആ ഭാഗത്ത് നമ്മൾ കോരത്തില്ല. അല്ലാതെ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കാണ് ഈ ഉടക്ക് വരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുന്നത്. 40 ലക്ഷം 50 ലക്ഷം രൂപയുടെയൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കീറുമായിരുന്നു. അത് ചില സാഹചര്യം വല ഉടക്കിയൊക്കെ പോകുന്നതല്ലാതെ ഇത്ര ഭീമമായ നഷ്ടങ്ങൾ വന്നിട്ടില്ല. സീസൺ പണി എന്ന് പറയുമ്പോഴാണ് മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സമയം. ആ സമയങ്ങളിൽ 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം രൂപ വരെ കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് അതൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയാണ്. നമുക്ക് ഒരു ദിവസം എന്ന് പറയുമ്പോൾ 10-500 കിലോ വല നമുക്ക് കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ കീറ്റലിന്. ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇതുപോലെ വല കീറി അന്നും 1000-400 കിലോ വല പോയി. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു രീതിക്ക് നമുക്ക് പണിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോഴും നമ്മൾ പണിയൊക്കെ ഒരു പരുവം തീർത്ത് ഇന്നാളെ പണിക്ക് പോകാണ്ടിരിക്കുക. എന്ത് വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ഉറപ്പിൽ പോകുമെന്ന് ഒരു ഉറപ്പുമില്ല. പലരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ കോസ്റ്റൽ പോലീസിന് പിന്നെ അതുപോലെ മറൈൻ ഫിഷറീസ് AD സാറിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ്. പരിഹാരം തന്നെയല്ലേ അവർ ആവശ്യപ്പെടുന്നത്? കേരളത്തിന്റെ തീരസേന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അവർ ഒരു വലിയ പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിയാണ് അവർ സർക്കാരിനെയും സർക്കാർ വകുപ്പിനെയും ഒക്കെ സമീപിച്ചത്. പക്ഷേ അതിനൊരു പരിഹാരമുണ്ടായില്ല. ഈ പരിഹാരമുണ്ടാകാതെ പ്രശ്നം നീളുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതിയിൽ ഇവർക്ക് ആവശ്യമായ ഒരു നഷ്ടപരിഹാരം ഈ കപ്പൽ ഉടമകളിൽ നിന്ന് വാങ്ങിക്കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് വളരെ വലുതാണ്. കാരണം ഇവർ കടലിൽ പോയിട്ട് തിരികെ എത്തുന്നത് കീറി വലകളുമായിട്ടാണ്. ഈ ഒരു വലയ്ക്ക് 25-35 ലക്ഷം രൂപ വരെ വില വരും. കൂടാതെ ഈ ഒരു മത്സ്യബന്ധന യാനങ്ങളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം അത് 40-നടുത്ത് വരും ഒരു ബോട്ടുകളിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യങ്ങളിൽ നിന്നും അവർക്കൊരു മാറ്റം അത് സർക്കാർ സംവിധാനങ്ങളിലൂടെ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്.